ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു. ഇനി ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ചെറിയൊരു വിശേഷം കൂടി ഉണ്ട്. നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. പിന്നെ ഉമ്മയിപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ പാത്തു എപ്പോഴും ഇപ്പൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ പാത്തുക്കുട്ടിൻ്റെ ഡിസംബർ 28 ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ സോലം ഗ്രൂപ്പിൽ നിന്ന് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. അപ്പോൾ അവൾക്ക് പെൻഷൻ കിട്ടിയപ്പോൾ ഞാനൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്നാൽ ശരി, എന്നാൽ കുറച്ച് നെയ്ച്ചോറ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറ് കേട്ടോ. ബിരിയാണി അരി വെച്ചിട്ട് തന്നെയാണ്, പക്ഷെ എന്നാലും എനിക്കറിയണ പോലെ ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ട് എന്തായാലും ചോറും കൂട്ടാൻ വെക്കണം. അപ്പോൾ ഒരു പരിപ്പിച്ചാറും ചോറും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പകരം അരി വാങ്ങിയിട്ട് നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കടലപ്പരിപ്പും പരിപ്പും ഇട്ടിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട്, പരിപ്പിച്ചാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു കായ്ച്ചാറും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്ര സ്പെഷ്യലൊന്നുമല്ല, എപ്പോഴും നമ്മൾ ഇടയ്ക്കൊക്കെ വെക്കണ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് തൊലിഞ്ഞ് ചതച്ചെടുക്കണം. പിന്നെ ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒതുങ്ങണ ഒരു ചെറിയൊരു കറി കേട്ടോ. പിന്നെ നമ്മുടെ ഇറച്ചിൻ്റെ എല്ലാം കുഴപ്പമൊന്നുമില്ല. ഞാൻ സിമ്പിളായിട്ട് അതൊന്നും ഇല്ലാണ്ട് കായ്ച്ചാറ് എങ്ങനെ വെക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുറേ ഞാൻ ഇട്ടിട്ടുണ്ട് റെസിപ്പിയൊക്കെ. അപ്പോൾ എന്നാലും പുതിയ ആൾക്കാർക്ക് ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ ചതക്കണത് കുറച്ച് ചോറ്റിൽക്കും കുറച്ച് കറിക്കുമാണ് കേട്ടോ. പിന്നെ ഒക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഒത്തിരി വീഡിയോക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ ഫാത്തിമക്കുട്ടിനെ ഞാൻ രാവിലെ കുളിപ്പിച്ചൊക്കെ കൊടുത്ത് കൺമശൊക്കെ ഇട്ട് ഒരു ബനിയൻ ഇട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി പ്രിൻഷിമോള് അവളുടെ സ്കൂളിലെ പരിപാടിക്ക് എടുത്തൊരു ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് 2 ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നെയ്ച്ചോറ്റിലേക്കുള്ള ഒരു 2-3 സവാള അരിഞ്ഞു കേട്ടോ. അപ്പം അതുകൊണ്ടാട്ടോ ഞാൻ കരയണത്. എനിക്ക് സവാള അറിഞ്ഞ അപ്പം കണ്ണിൽ കൂടെ വെള്ളം വരും. അങ്ങനെ പിന്നെ അടുക്കളയിൽ കയറിയ പിന്നെ ചായ കൂടി കഴിഞ്ഞിട്ടാട്ടോ കയറിയത്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങനെ നിരന്നിരിക്കും. പിന്നെ പെനയിൽ കുപ്പി അത് എടുത്തിട്ട് കുട്ടികൾ അവിടെ ഇവിടെ ഇട്ടിരിക്കണം, അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. ഞാൻ എത്ര അടുക്കി പെറുക്കി ഒതുക്കി വെച്ചാലും മക്കളെടുത്തിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇടും. അതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ചെമ്പട്ടിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുങ്ങനെ ഒന്ന് നെയ്ച്ചോറ് പോലെ. അപ്പത്തിന് റജിക്കുട്ടി വന്നിട്ട് ചോറായില്ലേ, ബിരിയാണി ആയില്ലേ അവിടെ ഇങ്ങനെ റൈസും റജിക്കുട്ടിയൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വലിയ ഇഷ്ടം കേട്ടോ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഡെയിലി ഒന്നും ഇപ്പം ഉണ്ടാക്കി കൊടുക്കാനും പറ്റൂലല്ലോ. എപ്പോഴെങ്കിലും ഒരു വിശേഷങ്ങൾ വരുമ്പോഴാണ് പിന്നെ നമുക്കിങ്ങനെ ഒന്നും ആഘോഷിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. സങ്കടം മാറിയിട്ടൊന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി തിന്നും കൊടുത്താക്കല്ലേ കിട്ടുള്ളൂ. മരിച്ചു പോയാൽ പോയില്ലേ. ഉള്ളപ്പം നല്ല പോലെയൊക്കെ തിന്നതും കുടിച്ചതൊക്കെയല്ലേ കിട്ടുള്ളൂ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ സങ്കടപ്പെട്ട് ഇരുന്നിട്ടും കാര്യമില്ല. പിന്നെ മറക്കാൻ നോക്കുക കേട്ടോ ഞാനതൊക്കെ. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ മോൻ മരിച്ച ഇപ്പോഴും വിശ്വസിക്കാനേ പറ്റില്ല കേട്ടോ. അവൻ ഇപ്പോഴും ദർസിൽ പോണ ഒരു മറക്കാൻ നോക്കുകയാണ് കേട്ടോ. ഞാൻ ആ കാര്യം എടുക്കണില്ല, കാരണം നമുക്കേ സഹിക്കാൻ പറ്റില്ല. പിന്നെ എന്തായാലും അവൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ കൊടുക്കട്ടെ എന്നും ഞാൻ ദുആ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ആങ്ങള ഒരു താടി മുടിയൊക്കെ വളർത്തിയൊരു കോലത്തിലാണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാം, അവൻ്റെ ആദ്യത്തെ കുട്ടിയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വഴിക്ക്. പിന്നെ നമ്മളതൊന്നും മനസ്സിൽ വെക്കണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ചതിന് ഒരുപാട് സൂക്കടുകൾ ഉള്ളതാണ്. തീരെ വയ്യാണ്ടാകും. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ ആരും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരു ജീവിതമാണ് നമ്മുടെ തന്നെ പറയുക. മരുന്നിൻ്റെ ഒരു ഇതിലാണ് നമ്മുടെയൊക്കെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറഞ്ഞു പോവും, ടെൻഷനാവും, സങ്കടമാവും. അപ്പോൾ അതിനൊന്നും ഞാൻ നിൽക്കണില്ല. അപ്പോൾ ഞാൻ വലിയുള്ളിയും ഒക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറ് വെക്കാൻ ഇപ്പോൾ ആർക്കും അറിയാത്തല്ലേ. അപ്പോൾ ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പാത്തുക്കുട്ടിനെ ബട്ടർഫ്ലൈ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് റിൻഷിമോള്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നിർത്തിയിട്ടതാട്ടോ. അവൾ ഊരിക്കളയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട്. ഇപ്പം അവൾക്ക് ഇങ്ങനെയൊക്കെ കാട്ടിക്കൊടുക്കുമ്പോൾ അവൾക്ക് ഒരു മാറ്റങ്ങളൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചോറ് ഒരു ഭാഗം അരി ഇട്ടിട്ട് ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇറച്ചിയൊന്നും ഇല്ലാത്തൊരു കായക്കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരൊക്കെ വെച്ച് നോക്കാം കേട്ടോ, നല്ല രസം ഉണ്ടാവും. നമുക്ക് ഇറച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇറച്ചിയൊന്നും കൂട്ടാത്ത ആൾക്കാർക്ക് ഇങ്ങനെ വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞാപ്പും മുത്തുമണിയൊക്കെ അവിടെ ചടപടാന്ന് കൂടുന്നു ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ. അപ്പോൾ പരിപ്പും 2 പരിപ്പും ഒരു വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആദ്യം കുക്കറിൽ. പിന്നെ നമ്മൾ ഇത് വെന്ത് മാറ്റി വെച്ചിട്ട്
പിന്നെ നമ്മൾ ഈ പാത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒറിജിനലൊന്നും അല്ല കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റാണ്. നമ്മൾ പെരുമാറുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. നമ്മൾ കുറച്ച് വില കമ്മിയായി വാങ്ങിച്ച് കഴിഞ്ഞാൽ ആ പാത്രം അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിങ്ങനെ ബ്ലാക്കൊക്കെ ഒന്നിങ്ങനെ ഇളകി വരും. അപ്പോൾ അത്ര നല്ല ക്വാളിറ്റിയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ പാത്രങ്ങൾ വാങ്ങുമ്പോൾ നല്ലത് നോക്കിയിട്ട് തന്നെ വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഇതാ ഞാൻ പരിപ്പൊക്കെ വെന്തപ്പോൾ ഞാൻ കറി വെക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ, പാത്രം കഴുകി എടുത്തുകയാണ്. അപ്പോൾ കായറിയൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രം വേണം. ഇതിൽ 1 കിലോ ബിരിയാണിയൊക്കെ വെക്കാം കേട്ടോ. നമുക്ക് 1 കിലോയിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നെയ്ച്ചോറായാലും 1.5 കിലോയിലും പറ്റില്ല. 1 കിലോയിൽ കൂടുതൽ ഈ പാത്രത്തിൽ ഞാൻ വെച്ച് നോക്കിയിട്ടോ, പറ്റണില്ല. നെയ്ച്ചോറാകുമ്പോൾ ഒരു 1.5 കിലോ ഏകദേശം ഉൾക്കൊള്ളിക്കാം. ബിരിയാണിക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഈ പാത്രം എടുക്കാം. അപ്പോൾ ഞാനിന്ന് കായറിക്കും കായച്ചാറിന് ഈ പാത്രം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ നല്ല ചൂടായ ശേഷം കടുകും ഉലുവയും ജീരകവും പൊട്ടിക്കുക കേട്ടോ. ആദ്യം കായച്ചാറ് വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് ഇത് ജോലിക്ക് പോകണ ഒരാൾ പറഞ്ഞു തന്നാ കേട്ടോ, കല്യാണക്കുടിയിൽ കറി വെക്കണ ഒരു താത്ത പറഞ്ഞു തന്നതാണ് അങ്ങനെ വെക്കാൻ. അതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ തന്നെ കേട്ടോ വെക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉലുവ ജീരകം കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ, നല്ലൊരു മണം വരും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇത്തിരി വാടി വന്ന ശേഷം നമ്മൾ നമ്മുടെ വലിയ ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് വണക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഓർമ്മയില്ലാണ്ട് തക്കാളി വലിയ ഉള്ളി ഇട്ട് കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് വഴന്ന് വന്ന ശേഷം എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടൊക്കെ ഞാൻ വേഗം ഇട്ടു കേട്ടോ. കാരണം എല്ലാവരും കുട്ടികളൊക്കെ ചോറ് ചോദിക്കാൻ തുടങ്ങി വിശക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വേഗം ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ 12 മണി കഴിഞ്ഞാൽ പാത്തുവിന് വിശക്കാൻ തുടങ്ങും കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചോറ്റിലേക്ക് എടുത്തപ്പോൾ കുറച്ച് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ നെയ്യ് ഉണ്ടെങ്കിൽ ഇത്തിരി നെയ്യ് ഒറ്റിച്ച് കൊടുത്താൽ ഉത്തമമായിട്ട് അടിപൊളിയാവും. അങ്ങനെയാണ്. പിന്നെ ഇതൊന്ന് വാട്ടിയെടുത്ത ശേഷം ലേശം ഉപ്പ് ഇട്ട് കൊടുത്താൽ വേഗം വാട്ടി കിട്ടും. പിന്നെ നമ്മളിതിങ്ങനെ നല്ല ഇതായിട്ട് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, മഞ്ഞൾപ്പൊടി ഇടൂല, മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടൂല കേട്ടോ, ഞാൻ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുക എരിവിനൊക്കെ. മുളക് പൊടി ഇത്തിരി എരിവിന് ഇട്ട് കൊടുക്കും. മുളക് പൊടി മല്ലിപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുക. ഈ സമയം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് 2.5 സ്പൂണ് മുളക് പൊടി, അല്ല 2 എരിവ് നല്ല വേണമെങ്കിൽ ഒരു 3 സ്പൂണൊക്കെ ഇടാം കേട്ടോ. 2.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് വഴറ്റി വന്ന ശേഷം പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കായറികളൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കുക. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ലേശം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈപ്പുളി നിങ്ങൾക്ക് പിഴിഞ്ഞിട്ടും അല്ലാണ്ടൊക്കെ ഇടാം കേട്ടോ. കുടംപുളി ഇടുന്നവർ അങ്ങനെ ഇടുമല്ലോ. അപ്പോൾ ഞാനും പുളി പിഴിയില്ല, ഒരു കഷ്ണം പുളി കുരുവില്ലാണ്ട് ഇങ്ങനെ കഴുകി ഇടുക ചെയ്യുക. പിന്നെ മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല മൈര കേട്ടോ, മാങ്ങ ഇട്ടാൽ മതി, അതിൻ്റെ പുളിപ്പ് ഇറങ്ങിക്കോളും. പിന്നെ നമ്മൾ കായറികൾ ഞാൻ ഒരു വാഴക്ക, ഒരു കത്തിരിക്ക, ഒരു മുരിങ്ങക്ക, ഒരു തുണ്ട് കുമ്പളങ്ങ, ഇത്ര തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം പാടെ ഇട്ടിട്ട് ഒന്ന് ഇപ്പോൾ കായച്ചാറ് വെക്കുക നമ്മൾ എല്ലാ കഷ്ണവും ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അധികം എല്ലാം ഓരോന്ന് ഇട്ടിട്ടുള്ളൂ കേട്ടോ, അധികം ഇട്ട് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ ഒക്കെ ഓരോന്ന്, ഒരു മുരിങ്ങക്കായ, ഒരു കത്തിരിക്കായ്, പറയുമ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇടാൻ മറന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഓർമ്മ, ഉരുളക്കിഴങ്ങ് ഉണ്ട്, ഞാൻ ഇടാൻ മറന്നു, വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉണ്ടായിട്ട് ഇടാൻ മറന്നു കേട്ടോ, ഞാൻ തിരക്കിൽ കുട്ടികൾ ചോറ് ചോദിക്കുന്ന ഇടയിൽ ഞാൻ വിട്ടുപോയി. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുക. പിന്നെ നമ്മുടെ പരിപ്പ് ഒന്നും കൂടി അങ്ങനെ വേവിച്ചാലും ഇതിൽ കൂടെ ഒന്ന് കടന്ന് വേകണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ പരിപ്പും 2 തുവരപ്പരിപ്പും കടലപ്പരിപ്പും ഒരു പച്ചമുളകും ഒരു വെളുത്തുള്ളി ഇട്ട് നമ്മൾ വേവിച്ചത് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ചേർന്ന് നമ്മൾ കഷ്ണങ്ങളുടെ ഒപ്പം വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വേകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം തേങ്ങ മാത്രമാണ് കേട്ടോ. തേങ്ങ എൻ്റെ അടുത്ത് ഒരു മുറി ഉണ്ടായിരുന്നുള്ളൂ തേങ്ങ. പിന്നെ അധികം തേങ്ങ ഇഷ്ടമല്ല എനിക്ക്. അപ്പോൾ ഞാൻ ഒരു 2 നേരത്തിനല്ലായിരുന്നു വിചാരിച്ചിട്ട് ഒരു മുറി തേങ്ങ ഉള്ളത് ഞാൻ പോകുകയാണെങ്കിൽ കടയിലേക്ക് പോകണം കേട്ടോ മേടിക്കാൻ. പിന്നെ നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 13 വയസ്സായ കുട്ടി ഇതുപോലെ പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ട് മരണപ്പെട്ടു കേട്ടോ. ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആരാന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അതുപോലെ 6 വയസ്സായ ഒരു കുട്ടി കാണാണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഇന്ന് ഇതാ കുട്ടീനെ കുളത്തിൽ പെട്ടിട്ടാണ് മരണപ്പെട്ടിരിക്കണതെന്ന് പറഞ്ഞിട്ട്. എന്തായാലും മക്കളെ ശരിക്കും ശ്രദ്ധിക്കാണ്ട് നോക്കാണ്ടൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നത് ആൾക്കാർ.
എന്താ ചെയ്യുക, കുഞ്ഞു മക്കൾ എവിടേക്കാണ് പോകണത് എന്താ പോകണമെന്നൊക്കെ നോക്കണ്ടേ. വീട്ടുകാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അയ്യോ പടച്ചോൻ കാക്കട്ടല്ലേ എല്ലാവരും. മക്കളിനൊക്കെ നല്ല നോക്കുക, അവരെവിടെ പോകണോ എന്തിന് പോകണോ എന്നൊക്കെ ശ്രദ്ധിക്കണം മക്കളിനെ. ഇപ്പോൾ ഒക്കെ ഓരോ മൊബൈൽ കിട്ടിയാൽ മക്കളെയും ശ്രദ്ധിക്കില്ല, ഒന്നും ശ്രദ്ധിക്കില്ല. ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ രജിക്കുട്ടി ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ട്രൗസർ ഊരി കേട്ടോ. ഞാനിപ്പോഴാണ് വീഡിയോയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചത്. ഇനി തേങ്ങ കൂട്ടിയ ശേഷം ഒന്ന് തിളച്ച ശേഷം നമ്മുടെ മല്ലിയിലിട്ട് അങ്ങനെ മൂടി വെച്ച് ഓഫാക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ കായ്ച്ചാറിൻ്റെ റെസിപ്പി. എല്ലും കൊഴുപ്പ് ഇടുന്നവർക്ക് ഇടാം കേട്ടോ, ഞാൻ അപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കായ്ച്ചാറ് സിമ്പിളായിട്ട് വെക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ വെച്ചാൽ വെക്കാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളപ്പണി ഏകദേശം ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ നിരന്നിട്ടുണ്ട് കേട്ടോ. അപ്പം തൊട്ട് എത്ര നമ്മളൊക്കെ ഒതുക്കി വെച്ചാലും പിന്നെയും വലിച്ചിടും മക്കൾ. ഇനിയും കൂടിയും ഒന്ന് സെറ്റാക്കി ഒന്ന് അടുക്കി പെറുക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ചട്ടിയിൽ ഇന്നലത്തെ ഇത്തിരി കഞ്ഞി ഉണ്ടായിരുന്നു, അപ്പോൾ അത് വഴുകിയിട്ട് വെച്ചത് അതാട്ടോ അതിൽ വെച്ചിരിക്കണത്. അപ്പോൾ ഇനി എല്ലാം ഇവിടെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ തുടക്കുന്ന സമയത്ത് എൻ്റെ കൈ ഒന്ന് ഇതിൽ തട്ടിയിട്ടോ എന്നിട്ട്. അപ്പോൾ റിൻഷിമോള് പിന്നെ അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ ചെയ്ത് കൊടുത്തു. ഞാൻ രാവിലെ കുളിപ്പിച്ചും കൊടുത്തിട്ടോ. അപ്പം ഇനി അവർക്കൊക്കെ ചോറ് കൊടുക്കണം. കുട്ടികളൊക്കെ ചോറ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിയാസ്ക്ക് അതാ കുളിക്കാൻ എന്തിനോ കയറിയിട്ടുണ്ട്. റിയാസ്ക്ക് വന്നാൽ കുട്ടികൾക്കും റിയാസ്ക്കൊക്കെ ചോറ് കൊടുക്കണം. പിന്നെ എനിക്കും വൈക്കണം. പിന്നെ ഉമ്മക്ക് കൊടുത്തോളും. അങ്ങനെയാണ്. പിന്നെ അവർക്ക് എപ്പോഴാണോ വിശക്കണം അപ്പോഴേ കഴിക്കുള്ളൂ കേട്ടോ. ഞാൻ കൊടുത്താലൊന്നും ഇപ്പോൾ കഴിക്കില്ല, ഇപ്പാക്ക് ഉമ്മേനെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയാൻ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഇല്ലെങ്കിലും എല്ലാവരും ഓരോ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേക്കാരി നമ്മുടെ ഫാത്തിമക്കുട്ടിയാണ്. കേക്കൊക്കെ പിന്നെ നമ്മൾ സോലോമിൽ നിന്ന് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കേക്കൊന്നും വാങ്ങണില്ല. പിന്നെ റജിക്കുട്ടിക്കും നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചല്ലോ. അപ്പോൾ ഇനി അവൾക്ക് നെയ്ച്ചോറും ചോറൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുക്കള ഒന്നും കൂടി ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വിശേഷം അറിയിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.